പാലക്കാട് കർഷകരുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. നെല്ല് സംഭരണത്തിന്റെ ഇൻസെന്റീവ് വെട്ടിക്കുറച്ച സർക്കാർ വഞ്ചനയ്ക്കെതിരെ ഇപ്പോൾ കർഷകരുടെ നേതൃത്വത്തിൽ പാലക്കാട് ഒരു പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസെന്റീവ് വെട്ടിക്കുറച്ച നടപടിക്കെതിരെയാണ് ഇപ്പോൾ സമരം. അതെ, ഇൻസെന്റീവ് വെട്ടിക്കുറച്ചാണ്. ഇൻസെന്റീവ് 9 രൂപ 52 പൈസ പ്രഖ്യാപിച്ചിട്ട് 5 രൂപ 20 പൈസ മാത്രമേ തരുന്നുള്ളൂ. അതിനെതിരെയാണ് ഈ ശക്തമായ സമരം. ഈ സമരം ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നുകൂടി സൂചിപ്പിക്കുന്ന സമരമാണിത്. വീണ്ടും കുറച്ച് ഇപ്പൊ വീണ്ടും 1 രൂപ 17 പൈസ വീണ്ടും കുറച്ചിരിക്കുകയാണ്. അത് ഈ 8 രൂപ 80 പൈസയും കൂടാതെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചുള്ള 1 രൂപ 17 പൈസ അനുവദിച്ച് കിട്ടിയേ പറ്റൂ. കൂടാതെ കെട്ടിക്കിടക്കുന്ന സപ്ലൈക്ക് സംഭരിക്കാൻ വൈകിക്കിടക്കുന്ന നെല്ലുകൾ ഉടൻ സംഭരിക്കണം, പൈസ അടിയന്തരമായി കൊടുത്തു തീർക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ആവശ്യം. അതുകൂടാതെ ലോഡിംഗ് ഇനത്തിൽ ഹൈക്കോടതി വിധി പ്രകാരം ഈ ലോഡിംഗ് പൈസ കൊടുക്കേണ്ടത് സപ്ലൈക്കാണ്, കർഷകനല്ല. അതുകൊണ്ട് ആ ലോഡിംഗ് ഹൈക്കോടതി വിധി പ്രകാരമുള്ള ലോഡിംഗ് പൈസ ഗവൺമെന്റ് കൊടുക്കണം. വേറെ രീതിയിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നത് അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഇൻസെന്റീവ് പോലെ വെട്ടിക്കുറക്കില്ല. കർഷകർ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കീലാണ്. ഒരു ജീവിതമില്ല. ഒരു കർഷകൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ പരമാവധി ഉത്തരവാദിത്വം ഈ സർക്കാരിനായിരിക്കുമെന്ന് കൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വില കൂട്ടുന്നു, അപ്പോൾ സംസ്ഥാന സർക്കാർ വില കുറയ്ക്കണം. വില കുറച്ചു, 1.17 വെട്ടിക്കുറച്ചു. ഇത് മറ്റേ അസംബ്ലിയിൽ പ്രഖ്യാപിച്ചതാണ്. ഇൻസെന്റീവ് 9 രൂപ 52 വരെ കൊടുക്കണം എന്നുള്ളത്. ഇപ്പം 5 രൂപ 20 പൈസയെ കൊടുക്കുന്നുള്ളൂ. ഒരു ലോഡ് നെല്ലിന് 41,000-ലധികം രൂപ നഷ്ടമുണ്ട് കർഷകന്. ഇത് കർഷകൻ ആത്മഹത്യയിലേക്ക് വഴിതേക്കും. അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കർഷകൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം പാലക്കാട് കർഷകനായിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്, അദ്ദേഹത്തെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചു. എല്ലാവർക്കും അറിയാം. 140 MLA-മാർക്കും അറിയാം. അദ്ദേഹം സമരം ചെയ്യാനാ പറയുന്നത്, പരിഹരിക്കാനല്ല. അതാണ് അയാളുടെ നിലപാട്. തീരുമാനമാണ് പഴയ വിലയിലേക്ക് എത്ര. പഴയ വിലയല്ല, ഈ ഇൻസെന്റീവ് 10 രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. കേന്ദ്രം കൂട്ടിയ വിലയെങ്കിലും അറ്റ്ലീസ്റ്റ് 35 രൂപയെങ്കിലും ചുരുങ്ങിയതാക്കിയാലേ കർഷകർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. കർഷകൻ ആത്മഹത്യന്റെ വക്കിലാണ്. സാഹചര്യത്തിൽ ഇങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരിക്കലും പറ്റില്ല. വളരെ നഷ്ടത്തിലാണ് കാര്യങ്ങൾ, വളരെ നഷ്ടത്തിലാണ്. വർഷങ്ങളായി കർഷകർ വലിയ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിലൂടെയാണ് ഇപ്പോൾ സർക്കാർ വീണ്ടും ഇൻസെന്റീവ് വില വെട്ടിക്കുറച്ചിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധ സമരം ഇപ്പോൾ പാലക്കാട് കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അറക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.